എന്നിട്ട് ബിച്ചുട്ടൻ്റെ അടുത്ത് ഈ ചോറ് വാങ്ങാൻ ചെല്ലുമ്പോ ഭയങ്കര മെച്ചുവേർഡാണ്. മീൻസ് നമുക്ക് എവിടെയും കാണാത്തൊരു തരം ബിച്ചുകളെ നമുക്ക് അവിടെ കാണാം. കാരണം എന്താണ്, അവന്റെ ക്ലാസ്മേറ്റ്, അവന്റെ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ട്. അവിടെ അവൻ മെച്ചൂരിറ്റിയിലേക്ക് അവിടെ നാണം കെടും. നേരെ മറിച്ച് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തോ അല്ലെങ്കിൽ പുറത്ത് അവന് അറിയാത്ത ആരെങ്കിലും സ്ഥലത്ത് പോയി കഴിഞ്ഞാ എന്താ പറയാ, ഭൂമിയിൽ അത്രയും കൊഞ്ചിക്കുട്ടി ഉണ്ടാവില്ല. നമ്മളെവിടൊക്കെ നാണം കിട്ടാൻ പറ്റും, അവിടെയൊക്കെ നാണം കിട്ടും. നമ്മളവിടെ ഇരിക്കാന്ന് അവിടെ ഇരിക്കൂല, നമ്മളെ പിന്നാലെ എനിക്ക് ചൊറിയും പുഴും. പക്ഷെ ഞാനിങ്ങനെ എന്റെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ അവരോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മെച്ചൂരിറ്റി. അതായത് എന്താ പറ അങ്ങനെ അപ്പൊ അവനറിയാം എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മളെ ചൊറിഞ്ഞോണ്ടിരിക്കും. അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഡു മെൻഷൻ ഗൈസ്. എന്നിട്ട് ചോറും പാത്രത്തിൽ ചെല്ലുമ്പോ എന്താട്ട്? ചോറും പാത്രം ചെല്ലുമ്പോ ആ അർത്ഥത്തിലാണ് വിളിക്കണം. ഞാൻ എനിക്ക് 3 ക്ലാസ് ഉണ്ടാവുന്നത് ഇവിടെ ചോറ് ആവാറില്ല. പിന്നെ മാത്രം ഭയങ്കര കനമുള്ളതിനാൽ എന്റെ ചോറും പാത്രം ലഞ്ച് ബോക്സ് ആണ് പറ്റാറ്. സോ അത് ഉച്ചക്ക് പോയി മേടിക്കണം. അപ്പൊ മേടിക്കണമെങ്കിൽ ഒരു 100 ചാട് നമ്മൾ അവരുടെ ഫേസിൽ കാണും. അപ്പൊ അതൊന്നും എടുത്തുകൊണ്ട് വരണമെങ്കിൽ ഞാൻ അവിടെ ഒരു 1/2 മണിക്കൂർ നിക്കണം, എന്നാലേ കിട്ടുള്ളൂ. പക്ഷെ എന്നാലും അതൊക്കെ പോട്ടെ, പാവലേക്ക് എടുത്ത് വിടുമ്പോ അടുത്തേക്ക് വന്നിട്ട് ഒരുമാതിരി പുച്ഛം, അതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. അപ്പൊ വീട്ടിൽ വന്നൊന്നുമില്ല, കാരണം വീട്ടിൽ ആരുമില്ല, നമ്മളല്ലേ ഉള്ളൂ. പക്ഷെ ക്ലാസ്സിൽ ആരൊക്കെ ഉണ്ട്? എല്ലാരും ഉണ്ട്. ചോറിക്ക് നോക്കിയിരിക്കുന്ന അതായത് ഇപ്പൊ ചോദിക്കോ അതിലാണ് എനിക്ക് ക്ലാസ്സിലേക്ക് കേൾക്കുവാൻ മതിയാ ആ കുട്ടികളെ. അപ്പൊ ഞാൻ അവിടുന്ന് ചോറ് ചോദിക്കുമ്പോ അവൻ കണ്ടിട്ടുണ്ടോ, ചോറ് കഴിച്ചിട്ട് ഇങ്ങനെ തന്നെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ കാണാത്ത പോലെ ചോദിക്കും. ഇങ്ങനെ നോക്കി ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കും. ഞാൻ വായിക്കാൻ അവിടെ 10 മിനിറ്റ് അത്ര ഞാൻ എന്നിട്ട് ചോറ് എടുത്തോണ്ടാ വേറൊരു 30 മിനിറ്റ് വേറെ ഞാൻ ഇത്ര അവിടെ കാത്തു നിൽക്കാം. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ ഒന്നും പറയാത്തതുകൊണ്ട് നാളെ കിടന്നാക്കി എടുപ്പിക്കാം. പിന്നെ കൊണ്ടുവന്നിട്ട് എന്താ പറയാ? കൊണ്ടുവന്നിട്ട് എന്താ പറയാ? നാളെ തൊട്ട് ഞാൻ ലഞ്ച് ബോക്സ് കൊണ്ടുവരട്ടോ, ചേച്ചി ഒറ്റയ്ക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണോ നമ്മൾ അവനെ വളർത്തി ഉണ്ടാക്കുന്നത്? അത് പള്ളി പറഞ്ഞത് ഹെൽപ്പാണ്. പക്ഷെ ഞാനാണ് ഇങ്ങനെ അവരാണ് ചെയ്യുന്ന വെച്ചാ അവൻ അമ്മയുടെ അടുത്ത് വന്നിട്ട് പറയും, ചേച്ചിക്ക് ഫ്രണ്ട്സിനെ കിട്ടിക്കഴിഞ്ഞാ പിന്നെ നമ്മളെ അടുത്തൊന്നും ഇതേപോലെ ആയിരിക്കില്ല. ചേച്ചിക്ക് ഫ്രണ്ട്സിന്റെ അടുത്ത് പോയാൽ ഭയങ്കര ചാടി എന്നെ മൈൻഡ് ആക്കുക. അങ്ങനെ വന്ന് ഏഷ്യനെ കൂട്ടിക്കൊടുക്കും. ഞാൻ ഇങ്ങനെ ചെയ്യുന്ന വെച്ചാൽ അവനിതാ അത്. അപ്പൊ ആരാ അവനല്ലേ ഈ വീഡിയോ അവന്റെ ഫ്രണ്ട്സ് എല്ലാരും കാണും. അപ്പൊ അവൻ നാണം കെട്ടും. കാണുമ്പോ എനിക്കൊരു സന്തോഷം. ചിപ്പിച്ചുട്ടാ അവസരം നമുക്ക് വരും. ചേച്ചീനെ ഫ്രണ്ട്സ് കാണുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഇടാൻ അറിയാലോ. അപ്പൊ ഞങ്ങൾ ഇടുമല്ലോ. സോ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട ചേച്ചീനെ ടാഗ് ചെയ്യാം. അനിയനെ ടാഗ് ചെയ്യാം. വൃത്തികെട്ട ചേച്ചി, ഡോണ്ട് മൈൻഡ് ദാറ്റ്. വൃത്തികെട്ട അനിയനെ ടാഗ് ചെയ്യാം. വൃത്തികെട്ട ചേച്ചി. ബൈ ബൈ ബൈ. മൈൻഡ്